തങ്കക്കാൽ തളമേളമൊരുക്കിയ രംഗവിധാനമിതാ. മഴവില്ലണിമണി ഗോപുരവാതിലിൽ മറഞ്ഞു നിൽക്കരുതേ, ഇനിയും മറഞ്ഞു നിൽക്കരുതേ. ONV സാർ എഴുതി ദേവരാജൻ മാഷ് സംഗീതം ചെയ്തൊരു പാട്ടാണ്. നാടകഗാനമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പക്ഷേ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഡോക്ടർ എന്ന നാടകത്തിലായിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇപ്പോൾ ഇത് പാടാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ദിവസമായിട്ട് ജലദോഷവും മൂക്കടപ്പുമാണ്. അത് സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കറിയാം എൻ്റെ ശബ്ദത്തിന് തന്നെ നല്ല വ്യത്യാസമുണ്ട്. ആ ശ്വാസതടസ്സവും ചെറിയ തോതിലുണ്ട്. എന്നിട്ടും ഈ പാട്ട് പാടിയെന്ന് വെച്ചാൽ നമ്മുടെ മല്ലികാൻ്റിയുടെ കാര്യം ഓർത്തിട്ടാണ്. മല്ലികാൻ്റി എന്ന് പറഞ്ഞാൽ ആരെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്ന സുപ്രസിദ്ധ നർത്തകി മല്ലിക സാരാഭായി. മല്ലിക സാരാഭായി വലിയ നർത്തകിയാണ്. അവരെ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായിട്ട് നിയമിക്കാനിടയായ സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലറായിട്ട് വിരാജിച്ചിരുന്നത് കേരള ഗവർണറാണ്. അത് രാമകൃഷ്ണ റാവു ഉള്ള കാലത്തോട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പുവശം. അതിനുമുമ്പ് രാജപ്രമുഖൻ ആയിരുന്ന നമ്മുടെ ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു. രാജാവ് രാജപ്രമുഖനായി, പിന്നെ രാജപ്രമുഖനും അല്ലാതെയായി കഴിഞ്ഞപ്പോൾ പിന്നീട് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായിട്ട് വന്നിരുന്നത് ഗവർണറാണ്. രാമകൃഷ്ണ റാവു വരുന്നപ്പോൾ അദ്ദേഹമായിരുന്നു. അതിനുശേഷം VV ഗിരി വന്നപ്പോൾ അദ്ദേഹമായി, പിന്നെ ഭഗവാൻ സഹായിയായി, വിശ്വനാഥനായി, ജ്യോതി വെങ്കടാചലമായി, അങ്ങനെ 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 ജസ്റ്റിസ് സദാശിവം കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ വരെയായി. അന്നൊക്കെ ഗവർണർ തന്നെയായിരുന്നു ചാൻസലർ. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇദ്ദേഹം എഴുതി കൊടുക്കുന്ന പേര് അദ്ദേഹം അംഗീകരിക്കുകയില്ല എന്ന നിലയിലേക്ക് എത്തി. ഇവർ പരസ്പരം വെല്ലുവിളിക്കാൻ തുടങ്ങി. പല അനിഷ്ട സംഭവങ്ങളും അരങ്ങേറി. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു നിയമ ഭേദഗതിയിലൂടെ കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും പ്രത്യേകം ചാൻസലർമാരെ വയ്ക്കാൻ തീരുമാനിച്ചു. അതായത് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കി. ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ ഇവർ വിചാരിച്ചാൽ പറ്റുകയില്ല. അത് ഭരണഘടനാ പ്രകാരം ഗവർണറെ നിയമിക്കാനും പിരിച്ചുവിടാനും ഉള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമേ ഉള്ളൂ. അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ. കേന്ദ്രത്തിൻ്റെ ശുപാർശ അനുസരിച്ച് രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുക. പിന്നെ ഗവർണർ പദവി ഇല്ലാതാക്കണമെന്ന് ഇപ്പോൾ CPM-ഉം CPI ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് ഭൂരിപക്ഷം കിട്ടി മന്ത്രിസഭ ഉണ്ടാകുന്ന കാലത്ത് ഭരണഘടന ഭേദഗതി ചെയ്ത് ഗവർണർ പദവി ഇല്ലാണ്ടാക്കാം. പക്ഷേ അതുവരെ ഇത് സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഗവർണറെ സഹിക്കാം, പക്ഷേ ചാൻസലറെ സഹിക്കാൻ പറ്റില്ല എന്ന നിലയിലെത്തിയപ്പോഴാണ് സർക്കാർ തല പുകഞ്ഞ് ആലോചിച്ച് ഈ ഗവർണറെ ചാൻസലറുടെ ഭാരിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒഴിവാക്കാൻ നോക്കിയപ്പോഴാണ് ഒരു കുഴപ്പം. ഇത് നിയമ ഭേദഗതി ചെയ്താൽ പോരാ, ഗവർണർ തന്നെ ഒപ്പിടണം. ഗവർണർ ഒപ്പിടും. ഗവർണർ ഒപ്പിടാതെ അത് പിടിച്ചു വെച്ചു. അപ്പോഴാണ് ഇവിടെ നിന്ന് P രാജീവും അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പും കൂടി ഡൽഹി പോയി ഫാലിയസ് നരിമാനെ കണ്ട അദ്ദേഹത്തിൻ്റെ നിയമോപദേശം തേടി. ആ നിയമോപദേശത്തിന് തന്നെ പുള്ളി കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അപ്പോഴത്തേക്കും ഗവർണർ ആരാ ഈ പിണറായി വിജയൻ ബ്രണ്ണൻ കോളേജിൽ ഊരിപ്പിടിച്ച കഠാരികൾക്കിടയിൽ കൂടി നടക്കുന്ന സമയത്ത് ഊരിപ്പിടിച്ച വാളുകളുടെ ഇടയിൽ കൂടി നടന്നിട്ടുള്ള ആളാണ് അലിഗർ സർവകലാശാലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം അവിടെ യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. ഇവരുടെ പിട്ടും പെരട്ടും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നടക്കുമോ? നടക്കില്ല. പുള്ളി ഒപ്പിടാൻ വച്ചിരുന്ന കടലാസെല്ലാം കൂടി ഡൽഹിക്ക് അയച്ചു കൊടുത്തു. രാഷ്ട്രപതി പരിഗണിക്കട്ടെ, രാഷ്ട്രപതിയുടെ തീരുമാനം വരെ വെയിറ്റ് ചെയ്യാം. സുപ്രീം കോടതിക്ക് ഗവർണറെ ശാസിക്കാം, രാഷ്ട്രപതിയെ ശാസിക്കാൻ പറ്റൂല. അങ്ങനെ സുപ്രീം കോടതിയിൽ പൊടി പിടിച്ചെടുക്കുന്ന 900 കേസുകളുടെ കൂടുതൽ ഒരു കേസ് കൂടിയായി. കേരള സർക്കാരിൻ്റെ കാശ് പിന്നെയും പോയി. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കൊച്ചി സർവകലാശാലയ്ക്കും കേരള സർവകലാശാലയ്ക്കും ഗാന്ധി സർവകലാശാലയ്ക്കും കണ്ണൂർ സർവകലാശാലയ്ക്കും എന്തിന് വെറ്റിനറി സർവകലാശാലയ്ക്ക് വരെ പ്രത്യേകം ചാൻസലർമാരുണ്ടായിരുന്നു. അപ്പോൾ ആരിഫ് ഖാൻ്റെ ഈ ഒരു അഭ്യാസത്തിൽ അത് കുടുങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം രാഷ്ട്രപതി ഇത് ഒപ്പിടില്ല എന്നുള്ളതല്ല. രാഷ്ട്രപതി അത് അംഗീകരിച്ച് തിരിച്ചു വന്നാൽ പിറ്റേ ദിവസം ചാൻസലറാകാൻ തയ്യാറായി ഒരുപാട് ആൾക്കാർ റെഡിയായി നിൽപ്പുണ്ട്. കുളിച്ച് വേഷം മാറി പുതിയ ഷർട്ടും പാൻറ്റൊക്കെ ഇസ്തിരിയിട്ട് ഞാനിപ്പോൾ ചാൻസലറാവാം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് ജാതി മതാടിസ്ഥാനത്തിലായിരിക്കും ചാൻസലർമാരെ നിയമിക്കുക. കേരള സർവകലാശാലയിൽ നായരാണെങ്കിൽ കോട്ടയം സർവകലാശാലയിൽ ക്രിസ്ത്യാനിയായിരിക്കും, കാലിക്കറ്റ് സർവകലാശാലയിൽ മുസ്ലിമായിരിക്കും, കൊച്ചി സർവകലാശാലയിൽ മറ്റേതെങ്കിലും ജാതിക്കാരനായിരിക്കും, കൊല്ലത്ത് പിന്നെ ഈഴവനല്ലാതെ വയ്ക്കാൻ പറ്റുകയില്ല. അങ്ങനെയൊക്കെ
ജാതി മതാടിസ്ഥാനത്തിൽ ചാൻസലർമാരാവാൻ റെഡിയായിട്ട് ഒരുപാട് പേര് നിൽപ്പുണ്ട്. 10-11 ചാൻസലർമാർക്ക് നമ്മുടെ നാട്ടിൽ സ്കോപ്പുണ്ട്. ഒറ്റ പ്രശ്നം ഈ ആരിഫ് ഖാൻ ചെയ്ത തരവഴിയാണ്. അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് അയച്ചു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ മേശപ്പുറത്തിരിക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കലാമണ്ഡലത്തിൽ മാത്രമാണ് സർക്കാരിനൊരു മെച്ചം കിട്ടിയത്. കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായിട്ട് ഗവർണർ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ അതിന് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാനായിട്ട് ഗവർണറുടെ മേലൊപ്പ് വേണ്ട. ഗവർണറല്ല അതിൻ്റെ അധികാരി. അതുകൊണ്ട് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുകയും തൽസ്ഥാനത്ത് മല്ലിക സാരാഭായിയെ നിയമിക്കുകയും ചെയ്തു. മല്ലിക സാരാഭായി വലിയ നർത്തകിയാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാകാൻ എന്തുകൊണ്ട് യോഗ്യയാണ്. ആർക്കും അത് ചോദ്യം ചെയ്യാനും പറ്റുകയില്ല. പക്ഷേ ഇത് വലിയ ഭാരിച്ച ചിലവുണ്ടാക്കുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നിയമമന്ത്രി രാജീവ്, അദ്ദേഹം വലിയ ബുദ്ധിജീവിയാണ്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹം അതിലും വലിയ ബുദ്ധിജീവിയാണ്. മാത്രമല്ല ഭരണഘടനാ പാരംഗതനുമാണ്. ഈ ഭരണഘടന എന്ന് വെച്ചാൽ കുന്തമോ കുടച്ചക്രമോ എന്നൊക്കെ ചോദിച്ച ആളാണ്. അവർ രണ്ടുപേരും പറഞ്ഞത് മല്ലിക സാരാഭായിക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട, അവർ കട്ടൻ ചായയും പരിപ്പോടയും കഴിച്ച് നമ്മുടെ ചാൻസലറായിട്ട് ഇരുന്നോളൂ, അതിന് വേറെ ചിലവൊന്നുമില്ല. അങ്ങനെ ചിലവില്ലാത്ത ഒരു ചാൻസലറെ സംഘടിപ്പിച്ചതാണ് മല്ലിക സാരാഭായി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മല്ലിക ആൻറ്റി പറഞ്ഞ് എനിക്ക് ചാൻസലറായിരിക്കാൻ കുഴപ്പമൊന്നുമില്ല, ശമ്പളം വേണം നിർബന്ധമില്ല, പക്ഷേ ചെറിയൊരു ഓണറേറിയം വേണം. എത്ര? 3 ലക്ഷം രൂപ. 3 ലക്ഷം ദിവസത്തിലല്ലോ, ആഴ്ചയിലുമല്ല, മാസത്തിലാണ്. ഒരു മാസം വെറും 3 ലക്ഷം. അത് മാത്രം കിട്ടിയാൽ മതി, ഞാൻ ചാൻസലറായിട്ടിരുന്നോളാം. അപ്പോൾ ഇവിടുന്ന് കടലാസായി കുത്തിക്കെട്ടി തിരുവനന്തപുരത്തേക്ക് അയച്ചു. തിരുവനന്തപുരത്തിരിക്കുന്ന ദുരന്തരന്മാർ തല പുകഞ്ഞ് ആലോചിച്ച അവസാനം മല്ലിക ആൻറ്റിയുടെ ഓണറേറിയം, ശമ്പളമല്ല, ഓണറേറിയം പ്രതിമാസം 1.25 ലക്ഷം രൂപയായിട്ട് തീരുമാനിച്ചു. 1.25 ലക്ഷമായിട്ട് കൊടുക്കുന്ന ഒരു കുറച്ചിലല്ലേ, അതുകൊണ്ട് 25,000 രൂപ വെറുതെ ഓഫീസ് ചെലവുകൾ എന്ന് പറഞ്ഞ് കൊടുത്തു. അതിന് മല്ലികാൻറ്റി അഹമ്മദാബാദിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ബോംബെയിലായിരിക്കും. രണ്ടായാലും കലാമണ്ഡലത്തിൽ വരാനൊന്നും പോകുന്നില്ല. കലാമണ്ഡലത്തിൽ വല്ല ആണ്ടും കൊല്ലം എത്തുമ്പോൾ ഒരിക്കൽ വരും. വരുമോ വരാതിരിക്കുകയോ ചെയ്യും. പക്ഷേ കാശ് കൃത്യമായിട്ട് അക്കൗണ്ടിൽ അടച്ചോളണം. ഖജനാവിലാണെങ്കിൽ കാശ് ഇങ്ങനെ നടന്ന് ഓളം തെല്ലുകയാണല്ലോ. ഖജനാവിൽ കാശ് ഓളം വെട്ടുകയാണ്. അത് ചിലവാക്കാൻ എന്താ മാർഗം എന്ന് ആലോചിച്ച് തലപുകഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ധനകാര്യസ്ഥൻ ബാലഗോപാലണ്ണൻ. അപ്പോൾ ബാലണ്ണന് വലിയ സന്തോഷമായി. മാസം 2 ലക്ഷം ഉറുപ്പികയ്ക്ക് ചിലവായി. അങ്ങനെ 12 മാസം കൊടുത്തു കളയാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറങ്ങി. ഇതുവരെയുള്ള അരിയേഴ്സ് എല്ലാം കൂടി ചേർത്ത് 50 ലക്ഷം രൂപ ഉടനെ തന്നെ മല്ലിക ആൻറ്റിക്ക് കൊടുക്കും. ബാക്കി പൈസ ക്രമാനുഗതമായിട്ട് കൊടുക്കും. ഒന്നാലോചിച്ച് ചിന്താ ജെറോമിന് 1 ലക്ഷം വെച്ചാൽ കൊടുത്തിരുന്നത്. മല്ലിക സാരാഭായിയെ പോലൊരാൾക്ക് 2 ലക്ഷമെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് സർക്കാരിന് തന്നെ കുറച്ചിലാണ്. ഏതായാലും മല്ലിക ആൻറ്റിയെ അഭിനന്ദിക്കുന്നു. മാസം 2 ലക്ഷം രൂപയും പിന്നെ വട്ടച്ചെലവ്, വണ്ടിക്കൂലി, അതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അത് കൊടുക്കുന്നത് നല്ലതാണ്. ആ കൂട്ടത്തിൽ ചേലക്കരയിലോ ചെറുതുരുത്തിയിലോ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ എന്തെങ്കിലും ഒരു കൺവെൻഷൻ വെക്കുകയാണെങ്കിൽ മാഡം അതും കൂടി ഉദ്ഘാടനം ചെയ്ത് ഒരു വരവിന് 2 പക്ഷി എന്ന രീതിയിലാക്കി തരും. പക്ഷേ എനിക്ക് സങ്കടം അതല്ല. കേരളത്തിലെ 11 സർവകലാശാലകൾക്കും ഇതുപോലുള്ള പ്രഗത്ഭ മതികളെ കണ്ടുപിടിച്ച് അവർ ഓരോരുത്തർക്ക് 2 ലക്ഷം 3 ലക്ഷം വെച്ച് ഓണറേറിയം കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. ഞാനും ഒരു ബയോഡാറ്റ എഴുതി വെച്ചാണ് കേരളത്തിലെ വല്ല വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിലോ കാർഷിക സർവകലാശാലയിലോ മറ്റൊരു VCA ക്ലാസ് വിചാരിച്ച്. ഞാൻ കൃഷി തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കരുത്. എൻ്റെ വീടിൻ്റെ മുമ്പ് വശത്ത് വലിയൊരു കൃഷി സ്ഥലമായിരുന്നു, ഇപ്പോഴല്ല പണ്ട്. അതുകൊണ്ട് ഈ പാടത്ത് ഞാറ് നടുന്നതും അതുപോലെ കൊയ്യുന്നതും മെതിക്കുന്നതുമൊക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കാർഷിക സർവകലാശാലയിൽ VC ആവാൻ അതൊക്കെ ധാരാളം മതി. അല്ലെങ്കിൽ ചെങ്ങമ്പുഴയുടെ വാഴക്കുലയെക്കുറിച്ചോ വൈലോപ്പുള്ളിയുടെ കണ്ണീർപ്പാടത്തെക്കുറിച്ചൊക്കെ എഴുതി കൊടുത്ത് ഇവിടെ ആൾക്കാർ ഡോക്ടറേറ്റ് സംഘടിപ്പിക്കുന്ന കാലത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു തേങ്ങാക്കോലയുടെ ചാൻസലറോ വൈസ് ചാൻസലറൊക്കെ ആകാനുള്ള യോഗ്യതയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഈ ആരിഫ് ഖാൻ്റെ ഒറ്റ പണിയിൽ അത് കുടുങ്ങിപ്പോയി. അല്ലെങ്കിൽ മാസം 2 ലക്ഷം രൂപ പ്രത്യേകിച്ച് ഒരു ജോലി ചെയ്യാതെ എനിക്ക് കിട്ടിയാണ്. അപ്പോൾ വളരെ സങ്കടത്തോട്ടാണ് ഞാനിത് പറയുന്നത്. കാർഷിക സർവകലാശാലയിലോ അല്ലെങ്കിൽ PC കാച്ചി സർവകലാശാലയിലോ അല്ലെങ്കിൽ നാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ എവിടെയെങ്കിലും ഒരു ചാൻസലറാകാനുള്ള യോഗ്യതയൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. ഏതായാലും ഇതിപ്പോൾ തൽക്കാലത്തേക്ക് വേറെ നിവൃത്തിയില്ല. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ആരിഫ് ഖാൻ്റെ കാലാവധി തീരാൻ പോവുകയാണ്. കാലാവധി തീർന്നാൽ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കൂടി ഇവിടെ നിയമിക്കാനാണത്രേ അമിത്ഷായും നരേന്ദ്രമോദിയും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷോയ്ക്ക് പണി കൂടും എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. ഏതായാലും വരാനുള്ളത് വഴി തങ്ങയില്ല എന്ന ആപ്തവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.